നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒടുവിൽ സ്വന്തം മൈതാനത്ത് ബയൺ മ്യൂണിക്ക് പൊട്ടി. ആ ബയൺ മ്യൂണിക്ക് പൊട്ടുന്നതാണ് വാർത്ത. ജയിക്കുന്നതിൻ്റെ വാർത്ത സ്ഥിരമായിട്ട് അവർ ജയിച്ചു കയറുന്നതാണ്. സ്വന്തം മൈതാനത്ത് ബയൺ മ്യൂണിക്ക് പൊട്ടുമ്പോൾ അതൊരു വലിയ വാർത്തയാണ്. അറിയാമോ, കഴിഞ്ഞ 29 ബൂണ്ടസ്ലീഗ മത്സരങ്ങളായിട്ട് അവർ പരാജയപ്പെട്ടിട്ടില്ല. ആ അപരാജിത കുതിപ്പാണ് ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അതായത് യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിലെ ആ ഒരു അൺബീറ്റൺ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അൺബീറ്റൺ റെക്കോർഡ് ഇവിടെ ബ്രോക്കണായിരിക്കുന്നു. മാത്രമല്ല, ഈ സീസണിൽ ബൂണ്ടസ് ലീഗയിൽ അവരുടെ ആദ്യത്തെ തോൽവിയാണിത്. മാത്രമല്ല, എല്ലാ കോമ്പറ്റീഷനും നോക്കുമ്പോൾ ഈ സീസണിൽ അവർ സ്വന്തം മൈതാനത്ത് തോൽക്കുന്ന ആദ്യ തോൽവിയാണ്. എല്ലാം കൂടി ഈ തോൽവിക്ക് പ്രാധാന്യം കൂടുതലാണ് എന്നർത്ഥം. പക്ഷേ ഈ തോൽവി കൊണ്ടൊന്നും ബയേൺ കുലുങ്ങില്ല. ഒന്നാം സ്ഥാനത്ത് വലിയ ആധിപത്യത്തോടു കൂടി അവർ കുതിക്കുക തന്നെയാണ്. ഇന്നത്തെ കളിയിൽ ഓക്സ്ബർഗാണ് അവരെ 2-1 പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മത്സരത്തിൽ സൂപ്പർ താരങ്ങളൊക്കെ ബയേണിൻ്റെ നിരയിലുണ്ടായിരുന്നു. ഹാരി കെയ്നും ഡയസും കാലും ഒലീസയും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് മുന്നേറ്റങ്ങൾ നയിച്ചത്. എന്നാൽ കളിയുടെ 23-ാമത്തെ മിനിറ്റിൽ ജാപ്പാനീസ് താരമായിട്ടുള്ള ഹിറോക്കി ഇറ്റോയാണ് അവരുടെ ആദ്യ ഗോൾ, ഒരേ ഒരു ഗോൾ അവരടിച്ചത് നേടിയത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ 75-ാമത്തെ മിനിറ്റിൽ ഷാവേസിലൂടെ ഓക്സ്ബർഗ് ആ ഗോൾ മടക്കി. 81-ാമത്തെ മിനിറ്റിൽ മെസെങ്കോയിലൂടെ അവർ വിജയ ഗോളും നേടുകയായിരുന്നു. ഏതായാലും ഇത് ഈ സീസണിലെ അവരുടെ ആദ്യത്തെ ബൂണ്ടസ്ലീഗ തോൽവിയാണ്. 19 കളികളിൽ നിന്ന് 50 പോയിൻറ്റോട് ഇപ്പോഴും ബയേൺ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്നത്. കളി ജയിച്ച ഓക്സ്ബർഗിന് 19 കളികളിൽ നിന്ന് 19 പോയിൻ്റാണുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.